الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, സ്കൂളുകളെല്ലാം അവധി വന്നൊരു സാഹചര്യം, വേനൽ അവധി എന്നാണ് നമ്മൾ സാധാരണ തന്നെ വിളിക്കാറുള്ളത് തന്നെ. നമ്മളുടെ കൂടെ മക്കളുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ആ മക്കളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പഠിപ്പിച്ച കുറച്ചു മാനദണ്ഡങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അള്ളാഹു തന്ന വലിയ നിഅമത്താണ്, കൺകുളിർമയാണ്, ആനന്ദമാണ്, അതിലുപരി പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ശിക്ഷയായി ഭവിക്കുന്നതാണ് എന്ന് വരെ അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ ഉണർത്തിയ ഒന്നാണ് മക്കളെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ സുപരിതമായ ഒരുപക്ഷെ ഇവിടുത്തെ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് പഠിച്ചൊരു സൂറത്താണ് സൂറത്തു തഹ്രീം. അതിൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഉണർത്തുന്ന ഒരു ആയത്തുണ്ട്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആയത്തും അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ ആ നരകത്തിന്റെ പ്രത്യേകത കൂടെ അല്ലാഹു തആല അതിന്റെ കൂടെ ഓർമ്മപ്പെടുത്തി. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യന്റെ കൂടെ കല്ലിന് കത്തിക്കപ്പെടുന്ന നരകമാണ്. നമുക്കറിയാം, ദുനിയാവിൽ ഒരിക്കലും ഒരു കല്ല് കത്തില്ല.
അതുകൊണ്ടാണ് പലപ്പോഴും അടുപ്പുകൾക്ക് നമ്മൾ കല്ല് വെക്കുന്നത്. ആ നരകത്തിന്റെ ചൂടിന്റെ പ്രത്യേകത അവിടെ കല്ലുകൾ വരെ കത്തിപ്പോകും. അങ്ങനെയുള്ള നരകത്തിൽ നിന്നാണ് നിങ്ങളുടെ കുടുംബത്തിനെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, അലൈഹ മലായിക്കത്തുൻ ഗിലാദുൻ ശിദാദ്. നല്ല കഠിനന്മാരായ മലായിക്കത്തുകളാണ് നരകത്തിനുള്ളത് എന്നാൽ കുറെ അനുഭവിക്കുമ്പോൾ ഒരു സഹതാപം തോന്നാത്ത, സിമ്പതികളും എമ്പതികളും ഇല്ലാത്ത അള്ളാഹുവിന്റെ മലായിക്കത്തുകളാണ് ആ നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു ഏതൊരു ശിക്ഷയാണോ അവരോട് നടപ്പിലാക്കാൻ പറഞ്ഞതെങ്കിൽ ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അവരോടല്ല കൽപ്പിച്ചതിനോട് അവരെ എതിര് പ്രവർത്തിക്കില്ല. ഇവിടെ പ്രിയമുള്ളവർ, അല്ലാഹു പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്, നിങ്ങളുടെ ശരീരത്തിനെ, നിങ്ങളുടെ കുടുംബത്തിനെ ആ നരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ എന്ന് അല്ലാഹു പറയുമ്പോ, പ്രിയമുള്ളവരെ, കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന പരലോകത്തെ നരകത്തിലെ ഒരാൾക്കും മറ്റൊരാളെ വന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. മക്കൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വാപ്പയാണ്. ഒരുപക്ഷെ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ജീവിതത്തിലെ അവരുടെ 20 വയസ്സ് 25 വയസ്സിന്റെ കാലയളവിലായിരിക്കും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ടാവുക. പിന്നെ ജീവിതങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മറന്നവരാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിൽ അതിന് നേരത്തെ അവരുടെ ഇഷ്ടങ്ങളെ മറന്നവരാണ്. ഒരു 20 വയസ്സിൽ 21 വയസ്സിൽ അവർ ഉമ്മയാകുമ്പോ അവരുടെ ഇഷ്ടങ്ങൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ തുടങ്ങിയവരാണ്. നിങ്ങൾ ആലോചിക്കുക, അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ മുഴുവനും കുടുംബത്തിന് വേണ്ടിയിട്ടാന്ന് പറയും. മക്കളുടെ സന്തോഷങ്ങളെ കാണാൻ, സുഖങ്ങളെ കാണാൻ ഒരുപക്ഷെ അധ്വാനത്തിന്റെ കാലയളവുകളിൽ ഭക്ഷണങ്ങൾ അവരെ സ്കിപ്പ് ചെയ്ത് കടന്നുവന്ന് ആളുകൾ ഉണ്ടായിരിക്കും ഇവിടെ. നിങ്ങൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യങ്ങളിൽ സ്വന്തം മക്കളാണ് ഉരുകുന്നത് എന്ന് കാണുമ്പോ നമ്മൾ ആലോചിക്കും, ആ ബാപ്പാക്ക് മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ദുനിയാവിൽ എന്ത് വേണമെന്ന് പറഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുത്ത വാപ്പയാണ്. ഒരു അമലിന്റെ കുറവ് കൊണ്ടാണ് നരകത്തിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്നതെങ്കിൽ ബാപ്പാന്റെ കയ്യിലുള്ള അമല് കൊടുക്കാൻ കഴിയില്ല. മോനെ, ഇത് പരലോകമാണ്, ഇത് വല്ലാത്തൊരു ലോകമാണ്. എന്റെ ശരീരമേ എന്ന് വാപ്പ കരയുന്ന, എന്റെ ശരീരമേ എന്ന് മക്കള് കരയുന്ന, പ്രിയപ്പെട്ടവള് കരയുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് അന്നിന്റെ ലോകത്ത് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ പൊരിവെയിലുണ്ടല്ലോ, താങ്ങാൻ പറ്റുന്നുണ്ടോ നമുക്ക്? യാത്രയിൽ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോ എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു സ്കൂട്ടിയിലാണ് യാത്ര വന്നത്. ഇവിടെ വന്നപ്പോ ഞാൻ മനസ്സിലാക്കി യാത്ര ചെയ്യുന്നവരെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ശരിക്കൊന്ന് മനസ്സിലാക്കി. ഈ സമയത്ത് പോലും ഈ കയ്യിന്റെ പുറടിയിലെ ചൂട് വിട്ടുപോയിട്ടില്ല. ഞാൻ അത്രമേലെ നമ്മള് AC-യിലും കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകള് ഈ വെയിൽ പോലും നമുക്ക് താങ്ങാൻ പറ്റണില്ലെങ്കിലേ നരകത്തിന്റെ ഒരു ശ്വാസം മാത്രമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ചൂടിന്റെ സാഹചര്യം ഇതാണെങ്കിലേ നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കാൻ കഴിയുമോ നമുക്ക്? പ്രിയമുള്ളവരെ, പിന്നെ എന്താണ് ഈ ആയത്തിൽ അല്ല പറഞ്ഞത്? പരലോകത്ത് വന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അല്ല പറഞ്ഞു നിങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത് അല്ലിമൂഹും വഅദ്ദിബൂഹും. ദുനിയാവിൽ അവരെ ഇൽമു പഠിപ്പിച്ചിട്ടാണ്, ദുനിയാവിൽ അവരെ നിങ്ങളെ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇവിടെന്നാ രക്ഷപ്പെടുത്താനുള്ളത്, ആഖിറത്തിലല്ല. അതുകൊണ്ട് ഇൽമു അവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണേ. മറ്റൊന്ന് പറഞ്ഞത് വഅദ്ദിബൂഹും, അവർക്ക് നിങ്ങൾ സംസ്കാരങ്ങളെ നുകർന്നു കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയും ഇൽമു പഠിപ്പിക്കാനുള്ളതാരാണ്? നമ്മൾ പറയും മദ്രസയിൽ ഉസ്താദുമാരാണ്, സ്കൂളിലെ അധ്യാപകരാണ് അവർക്ക് ഇൽമു പകരാനുള്ളത്. പിന്നെ നമ്മൾ പറയും സംസ്കാരം പഠിപ്പിക്കാനുള്ളത്, അതും ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. അത് പഠിപ്പിക്കേണ്ടവർ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളുടെ ബാധ്യതയായി കടന്നു വരുന്നതാണ്. നമ്മൾ പലപ്പോഴും പല ന്യായീകരണങ്ങൾ പറയും. രാവിലെ മക്കള് ട്യൂഷന് പോയി, മദ്രസ പോയി, അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി, വൈകുന്നേരം വീണ്ടും ഒരു സ്പെഷ്യൽ ക്ലാസ്സിന് പോയി, അവരെത്തുമ്പോഴേക്കും അവരാകെ ക്ഷീണിതരാണ്. ഞങ്ങളുടെ കയ്യിലല്ലല്ലോ മക്കൾ കൂടുതൽ സമയമുള്ളത്, ഒരല്പസമയം കൂടുതൽ കിട്ടിയാൽ അത് തലവേദനയാണ് എന്ന് വരെ പറയുന്ന രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
ഈ ഒരു അവധി സമയത്ത് ആ മക്കൾ നമ്മളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു സംസ്കാരത്തിലൂടെ കൊണ്ടുവരാൻ, അള്ളാഹുവിന്റെ ദീന് പറയാൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് ഒന്നാമതായി പറയാണ് മാതാപിതാക്കള് അവർക്ക് മാതൃകയായി മാറണമെന്നാണ്. മാതാപിതാക്കളുടെ ഒരു മാതൃകയായിട്ട് മാറാൻ കാരണം അദബ് പഠിക്കുന്നതിൽ. ഇന്നലെ ഇലക്ഷന്റെ ചൂട് കടന്നിട്ട് നമ്മൾ കടന്നു വന്നേ അല്ലേ? ഞങ്ങളൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ വന്നിട്ടല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇത്രയും ആളുകളൊക്കെ ഇലക്ഷന്റെ ചൂടിൽ ഇങ്ങനെ പലരും പല ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്ത ആളുകളുണ്ടാവും. ചില ആൾക്കാർ പറയും ഞാൻ കൈപ്പത്തിക്കല്ലാതെ കുത്തൂല്ല, ചിലവർ ഞാൻ അരിവാളിനല്ലാണ്ട് കുത്തൂല്ല, ഞാൻ കോണിക്കല്ലാതെ കുത്തൂല്ല. അതിന് കാരണം പറയാൻ എന്താ അറിയോ? ഞാൻ വോട്ട് ചെയ്ത കാലം മുതലേ അതിനെ കുത്തിയിട്ടുള്ളൂ. എന്റെ ബാപ്പ കോൺഗ്രസ്സുകാരനാണ്, എന്റെ ബാപ്പ CPM-കാരനാണ് നമ്മൾ പറയും. കാരണം എന്താ അറിയോ? ഏത് ആശയങ്ങളും നയങ്ങളും സ്വീകരിക്കുന്നതിന് മുമ്പ് വാപ്പ ഏത് ട്രാക്കിലാണോ അതിനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മക്കളോട് നിങ്ങൾ ചോദിച്ചൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ ആരാന്ന്? അവര് പറയാം അവരെ വാപ്പയാണ്. കുറെ വലുതായി ലോകം കണ്ടപ്പോ അവര് വാപ്പാനെ മാറ്റിവെച്ചിട്ടുണ്ട്. അത് വേറെ വിഷയം, അതൊരു യാഥാർത്ഥ്യമാണ്. മക്കളുടെ സൈക്കോളജി അങ്ങനെയാണ്. അത് നിങ്ങളൊരു തമാശയായിട്ട് സ്വീകരിക്കണം. 5 വയസ്സുകാരനോട് ചോദിച്ചവൻ പറയും ലോകത്തിലെ ഹീറോ വാപ്പയാണ്. 10, 12, 13 വയസ്സായ പറയും വാപ്പാക്ക് അത്ര പോരാ. 15 വയസ്സ് കഴിഞ്ഞവൻ പറയും ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ എന്റെ വാപ്പയാണ്. അത് ഇന്നത്തെ മക്കളുടെ ചിന്താഗതികൾ. സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്കറിയാം, അവരുടെ ബ്രെയിൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് റോൾ മോഡലായി സ്വീകരിച്ച നമ്മൾ എന്നും അവർക്ക് റോൾ മോഡലായി ഉണ്ടാക്കി നോക്കേ. ഇതുപോലൊരു വെയിലിൽ ഒരു കഴുതപ്പുറത്ത് വാഹനത്തിന്റെ മേലെ കടന്നു വന്നിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഒരാളെ കണ്ടപ്പോ, ഒരു അറാബിയായ മനുഷ്യനെ കണ്ടപ്പോ, ആ ഒട്ടകത്തിന്റെ കുതിരയുടെ ഈ വാഹനമൃഗമാകുന്ന കഴുതമൃഗത്തിന്റെ മുകളിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ തട്ടുമ്മ അറാബിക്ക് കൊടുത്ത് ആ മനുഷ്യനെ ആ വാഹനമൃഗത്തിൽ കയറ്റിയിരുത്തുമ്പോ, ബാപ്പാന്റെ കൂട്ടുകാരനായിരുന്നു ആ മനുഷ്യനെന്നും ആ മനുഷ്യനോട് ആദരവ് കാണിക്കണമെന്ന് എന്റെ പിതാവിന്റെ ചര്യ അതായിരുന്നു എന്ന് പറഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? എന്താണോ ഒരു ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് മക്കൾ പഠിക്കുന്നത്, അവിടെയാണ് മാതൃകയാവാൻ. നോക്കിയേ നിങ്ങള്. അതുകൊണ്ട് മഹാനായ ആലു ശൈഖ് റഹിമഹുല്ലാ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ സൗദിയുടെ ഗ്രാൻഡ് മുഫ്തിയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലിമു ഔലാദക്കും മസ്ജിദ് ഖബിൽ ഫിഅലി ബിൽ ഖൗലി വൽ ഫിഅൽ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമാണ് മക്കളോട് നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കേണ്ടത് എന്ന്. വാക്കുകൊണ്ട് മാത്രം പോരാ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ്. ഫൈദാ ഹദ്ദസ്തുമൂഹും ഫലാ തക്ദിബു അലൈഹിം. അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കള്ളം പറയാൻ പാടില്ല. വൈദാ വഅത്തുമൂഹും വലാ തഖ്ലിഫു വഅദക്കും. അവരോട് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറയുമ്പോ ആ കരാറുകളെ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്ന്. ഭൗതികമായിക്കോട്ടെ, നമ്മുടെ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് വാക്ക് കൊടുക്കും. ആ വാക്ക് കഴിയില്ലെങ്കിൽ മക്കളോട് നിങ്ങൾ പ്രോമിസ് ചെയ്യാൻ പാടില്ല. അവധിയായാൽ ഒരു ദിവസം ബാപ്പ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോവാൻ നമ്മൾ വാക്ക് പറയും. മക്കളുടെ മനസ്സിൽ അത് രാജാവിനെ പോലെ അവർ സ്വീകരിക്കും. അതിന് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. നിങ്ങളിതൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾ സത്യസന്ധതകൾ നിങ്ങൾ അവരോട് പാലിക്കണമെന്നുള്ളതാണ്. നമ്മൾ അവരോട് എന്താണോ മാതൃക. നമുക്ക് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന പേരൻസിനുമുള്ള പരാതിയുടെ മക്കള് ഫോണിലാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, വാപ്പാടെ കയ്യിൽ നിന്ന് ഉമ്മാടെ കയ്യിൽ നിന്ന് ഫോണ് താഴെ ഇറങ്ങിയ നിമിഷമുണ്ടോ? നമ്മളാണ് അവർക്ക് മാതൃകയായി മാറുന്നത് എന്നുണ്ടെങ്കിൽ, മഹാനായ ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ മകനെ ഒരു ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഉസ്താദിനോട് വാപ്പ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, ലിയകുൻ അവ്വല ഇസ്ലാഹുൽ ലിവലദിഹി ഇസ്ലാഹുൽ ലിനഫ്സിക്. നീ നമ്മളുടെ മക്കളോട് താങ്കള് നല്ല നന്മകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ താങ്കളുടെ ജീവിതത്തിലും ആ നന്മകളെ താങ്കൾ സൂക്ഷിക്കണമെന്നുള്ളത്. കാരണം ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ എന്ന് പറയുന്നത് മഹാപണ്ഡിതനാണ്. അദ്ദേഹം തന്റെ മകനോട് ഇൽമു പറഞ്ഞു കൊടുക്കാൻ ഒരു ഉസ്താദിനെ ഏൽപ്പിക്കുമ്പോ, ഒരു ഉസ്താദ് എന്നുള്ള രീതിയിൽ ഉണ്ടാകേണ്ടത് താങ്കൾ പറയുന്നത് പോലെ ഇസ്ലാഹ് താങ്കളുടെ ശരീരത്തിനും ഉണ്ടാകണം. കാരണം എന്താണെന്നറിയോ? അവരുടെ കണ്ണുകൾ മുഴുവൻ താങ്കളിൽ ബന്ധിതമാണ്. എല്ലാ മക്കളും അവരുടെ ഉസ്താദിൽ കണ്ണുകൾ ഇങ്ങനെ ഉടക്കി നിൽക്കാൻ. കാരണം അദ്ദേഹം ഒരു കാര്യം നല്ലതായി കാണുന്നത് അത് നല്ലതാണെന്നാണ് മക്കൾ കരുതുക.
ഒരു കാര്യം ഉസ്താദ് വേണ്ട എന്ന് വെക്കുമ്പോ അത് മോശമാണെന്നാണ് മക്കൾ കരുതുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ഒരു രക്ഷിതാവും. നമ്മൾ എന്ത് ചെയ്യുന്നുവോ അത് നല്ലതാണ് എന്ന് മക്കൾ കരുതും. നമ്മൾ എന്ത് വേണ്ട എന്ന് പറയുന്നുവോ അത് മോശമാണ് എന്ന് മക്കൾ കരുതും. അതുകൊണ്ട് അവർക്കൊരു മാതൃകയായി മാതാപിതാക്കൾ മാറണമെന്നുള്ളതാണ്. നിസ്കരിച്ച് ശീലിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 3 വയസ്സുള്ള ഒരുപക്ഷെ മാന്യമായി വസ്ത്രം ധരിക്കാൻ പോലും അറിയാത്ത കുഞ്ഞുമക്കള് നമ്മളുടെ കൂടെ കൈകെട്ടും. അവർ നമ്മൾ ദുആ ചെയ്യുന്ന പോലെ കൈകൾ ഉയർത്തും. അവർ നമ്മൾ ഖുർആൻ ഓതുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യും. അവർക്കുള്ള മാതൃക മാതാപിതാക്കളാണ് എന്നുള്ളതാൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിൽ അല്ലാഹു തന്ന മക്കളെ കേടുവരുത്തുന്നതാരെന്നറിയോ? മാതാപിതാക്കളാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് ഇങ്ങനെ പറയുമ്പോ ഒരു വിഷയങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കയറി വരില്ല. അവധിയൊക്കെ അല്ലേ, ഉമ്മാന്റെ വീട്ടിൽ ഒരു വിരുന്ന് പോവും. സാധാരണ കുഞ്ഞുമക്കളെയും കൊണ്ടാ വിരുന്ന് പോവാ. അവിടുന്ന് മക്കൾ അവരുടെ ഉമ്മാന്റെ വീട്ടിൽ വിരുന്ന് പോയാൽ ഒരുപക്ഷെ മനുഷ്യന്മാരാണല്ലോ, കൂടെ ഇരുന്ന് സംസാരിക്കും. ഉമ്മാന്റെ വീട്ടിൽ നിന്ന് വേറൊരു യാത്ര ഉണ്ടാവും. അതൊരു പക്ഷെ വാപ്പാക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് മക്കളോട് പറയും, പോയ വിവരൊന്നും ആരോട് പറയണ്ട, വാപ്പാനോട് പറയണ്ട. നിഷ്കളങ്കമായ ബാല്യമല്ലേ? ആ മക്കളുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കും താൽക്കാലികമായ ഒരു രക്ഷപ്പെടലാണെങ്കിൽ ആ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ കൊടുത്തൊരു ബോധ്യമുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി നുണ പറയാം എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. എല്ലാ യാത്രയും കഴിഞ്ഞ് ഒരുപക്ഷെ മദ്രസല്ലേ നമ്മളൊരു 2ാമത്തെ ഓപ്ഷൻ വെച്ചു. മക്കള് ലീവാണ്, കാരണം പറഞ്ഞതെന്താ? വയറുവേദനയാണ്, പനിയാണ്. ആ മക്കൾക്കൊരു രോഗം ഉണ്ടാവില്ല, അവരൊരു യാത്രയിലായിരിക്കാം. ഒരുപക്ഷെ ആ കത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് തിരിച്ചു നടക്കുന്ന മക്കളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട്, അദ്ദേഹത്തൊന്നും അറിഞ്ഞിട്ടില്ല, രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? നുണ പറയലാൻ. ആരാ പഠിപ്പിച്ചു കൊടുത്തേ? മാതാപിതാക്കളാണ്. അതുകൊണ്ട് മാതൃകയാവണം. ഒരു മേഖലയിലും കളവ് പറയുന്നവരാവരുത്. 2ാമത്തെ വിഷയം ഉലമാക്കൾ പറയാണ്, കുടുംബത്തിന് വേണ്ടി സമയം കാണണമെന്നുള്ളതാണ്. സമയം കാണണം. നമ്മുടെ തിരക്കാണ്. മക്കൾ ഇന്ന് വീട്ടിലുള്ള സമയങ്ങളാണ്. എല്ലാ തിരക്കിനിടയിലും അവർക്ക് വേണ്ടി ഒരു സമയം കാണാൻ രക്ഷിതാക്കളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലൊരു തിരക്കുള്ള ഒരാളുണ്ടോ? അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ അനുജന്റെ പേര് അബൂ ഉമൈർ എന്നാണ്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉമൈറിനെ കളിപ്പിക്കാൻ വേണ്ടി റസൂലുള്ള വീട്ടിക്ക് വരുന്നൻ. അങ്ങനെ കുട്ടികളല്ലേ. ഒരു ദിവസം വന്നപ്പോ അബൂ ഉമൈർ സങ്കടത്തോടെ ഇരിക്കാണ്. മാ ഫഅല നുഐർ, അബൂ ഉമൈറെ എന്താ സങ്കടം? മാ ഫഅല നുഐർ, നുഐർ എന്ന് പറഞ്ഞാല് കുഞ്ഞുകുരുവിക്ക് പറയുന്ന പേരാണ്. വഹുവ ത്വാഇറുൻ സ്വഈറുൻ കൽ ഉസ്ഫൂർ, കുരുവിനെ പോലത്തെ ഒരു കുട്ടി പക്ഷിയെ കളിച്ചിരുന്നേ. അത് പറഞ്ഞുപോയി. അതുകൊണ്ട് നിനക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് ആ കുട്ടീനെ ചേർത്ത് പിടിച്ച് കളിപ്പിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്കറിയോ, കർബലയുടെ മണ്ണില് റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളുടെ രക്തം ചീന്തുമെന്ന് പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അടുക്കൽ വരുമ്പോ അള്ളാന്റെ റസൂൽ ആ മക്കളെ കളിപ്പിച്ചോണ്ടിരിക്കാൻ അവിടെ നിന്ന് ജിബ്രീൽ ഒരു ചുമന്ന മണ്ണ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മണ്ണ് ഏതൊരു മണ്ണിനോട് സംഗമിക്കുമോ അവരുടെ അങ്ങയുടെ മക്കളുടെ രക്തം ചീന്തുമെന്ന്. ആ വഹി ഇറങ്ങുന്ന നിമിഷം റസൂലുള്ളാഹിന്റെ കയ്യിലെ മക്കള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മളെ മക്കൾ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞ്. ഈ പള്ളിയിലെ സഹോദരിമാരുണ്ട്, സ്ത്രീകളുണ്ടാകുമ്പോ സ്വാഭാവികമായി കുഞ്ഞു മക്കളുണ്ടാവും. അള്ളാന്റെ റസൂല് പറയാൻ, നിസ്കരിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോ ഉരീദു അൻ തുവ്വില ഖിറാഅതി, എന്റെ ഖുർആൻ സുദീർഘമായി നിസ്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഫസമിഅതു ബുകാ അസ്ബിയാൻ, കുട്ടികളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കും. ആ സമയത്ത് ഉമ്മമാർക്ക് പ്രയാസമാവോന്ന് കരുതി ഞാൻ എന്റെ നിസ്കാരത്തിന് ചുരുക്കമായിരുന്നു എന്ന് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മുതൽ വരണ്ടെന്നല്ല പറഞ്ഞേ, ആ മക്കൾ എടുത്ത് നിസ്കരിച്ചോളം പറഞ്ഞു, അവരെ കരയിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തൊക്കെ മാതൃക അള്ളാന്റെ തീര് പറഞ്ഞെന്നും. അവരുടെ കൂടെ റസൂലുള്ളാഹി ആനയായിട്ട് കളിച്ചെടുത്തു എന്നാൻ അതിലുപരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു സമയം നമ്മൾ കാണണം. ഈ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യങ്ങളില് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവരുടെ കൂടെ പുറത്തു പോകാനോ അവരുടെ കൂടെ സംസാരിക്കാനോ അവരോട് കൂടെ സ്പെൻഡ് ചെയ്യാനോ
ഒരു സമയം നമ്മൾ കാണണം. അല്ലാഹുവിന്റെ ദീന് നമ്മളോട് പഠിപ്പിക്കുന്നതാണ്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പറയുമ്പോ നമ്മളൊക്കെ പറയേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങളൊക്കെ പ്രയാസപ്പെട്ടിരിക്കാൻ. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ, എത്ര സമയം നമ്മൾ മൊബൈലിലൂടെ സോഷ്യൽ മീഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്? മൊബൈൽ നമ്മൾ ഉപയോഗത്തിൽ വരുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ എത്ര നമ്മൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്? 30 സെക്കൻഡും 58 സെക്കൻഡുമുള്ള റീൽസുകളിലാണ് നമ്മളുടെ സമയം മുഴുവനും. നമുക്ക് സംസാരിക്കാൻ മക്കളോട് നേരമില്ല. അവര് കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളാലോചിച്ചൊക്കെ നമ്മളുടെ ഉമ്മമാരെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് എങ്ങനെയാണ് അമ്പിളിമാമനെ കാണിച്ചു കൊടുത്തിട്ടെന്ന് പറയുമ്പോ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് നോക്കുമ്പോ നിങ്ങളുടെ കുട്ടി മുകളിലേക്ക് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി വായ തുറക്കുമെന്ന സൈക്കോളജി ഉമ്മ പഠിച്ചിട്ടൊന്നല്ല, വല്യമ്മ പഠിച്ചിട്ടല്ല. പക്ഷെ അവരത് ചെയ്തു. മൂസാ നബിയുടെ, ഹംസ റളിയല്ലാഹുവിന്റെ, ഉമർ റളിയല്ലാഹുവിന്റെ, ഇബ്രാഹിം നബി ഇസ്മായിലിനെ അറുക്കം കൊണ്ടുപോയതിന്റെ കഥ കേട്ടത് ഉമ്മാടെ വായിന്നാണ്, മദർസെന്നായിരുന്നില്ല. എന്ന രക്ഷിതാക്കളെ പറയാൻ പറ്റോ? നമ്മുടെ മക്കളെ ഭക്ഷണം കഴിക്കാൻ സ്ക്രീനിലൂടെ കാണിച്ചു കൊടുക്കുന്ന കാർട്ടൂണില്ലാതെ കഴിയണില്ല. നമ്മൾ അങ്ങനെ മാറിപ്പോയി. കോഴിക്കോട് നിന്ന് ചെങ്ങരംകുളത്തേക്ക് യാത്ര വരുമ്പോ അവിടെ നിന്നുള്ള അമ്പിളിമാമൻ വീടിന്റെ പടിവരെ ഉണ്ടായിരുന്നു. ഇന്ന് വാപ്പ ഡ്രൈവിംഗിൽ ഉമ്മൊരു ഫോണില് മക്കള് ശല്യം ചെയ്യാതിരിക്കാൻ അവരുടെ കയ്യിൽ വേറൊരു ഫോണ്. എന്നിട്ടിപ്പൊ നമ്മൾ പറയാൻ ഇതൊന്നും ഊരിക്കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിയന്ത്രിക്കണം, അവരോട് നിയന്ത്രിക്കണം. അതിനു വേണ്ട ഇടപെടലുകൾ നമ്മൾ നടത്തണം. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ ഖദ ഹറമല്ലാഹു അലൈഹിൽ ജന്നah. 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സ്വർഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ടെന്നാണ്. അതിലൊന്ന് പറഞ്ഞത് മുദ്മിനുൽ ഖംറ, കള്ളു കുടിക്കുന്ന ആളാണ്. വൽ ആഖുലി വാരിദൈ, അവന്റെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരാണ്. മൂന്നാമത് പറഞ്ഞു ദയ്യൂസ്. ആരാ ദയ്യൂസ്? തിന്മക്ക് വേണ്ടി കളമൊരുക്കുന്നവരാണ്. അല്ലദീ യുഖിറുൽ ഖബസ ഫീ അഹ്ലി, ഹദീസിന്റെ ശറഹതാണ്. അവന്റെ കുടുംബത്തില് ഏത് തിന്മ നടക്കുമ്പോഴും അതിനോട് മൗനമായിട്ട് നിശബ്ദമായി അംഗീകാരം കൊടുക്കുക. അത് വേണ്ടെന്ന് പറയില്ല, അത് കാണണ്ടെന്ന് പറയില്ല, ഇന്നത് ചെയ്യണ്ടെന്ന് പറയില്ല. ആളോ കുടുംബനാഥനാണ്, ഗൃഹനാഥനാണ്, നിയന്ത്രിക്കുന്ന ആളാണ്. എല്ലാ തിന്മകൾക്കും മൗനാനുവാദം. ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടാതെ ലൈസൻസ് കൊടുക്കുന്നവരെയാണ് ദയ്യൂസുകൾ എന്ന് പറയുന്നത്. സ്വർഗല്ല കൊടുക്കൂലെന്ന് നിസ്സാരമായ കാര്യമില്ല. അത് കാണണ്ടെന്ന് പറയാൻ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാം, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ ടിക്ക് ചെയ്ത് കൊടുക്കണം, ശരികളെ കാണിച്ചു കൊടുക്കണം, അരുതായ്മ വേണ്ട എന്ന് പറയണം അവരോട്. നിങ്ങളാലോചിച്ചൊക്കെ വല്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്കാണ്. കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങണില്ല, ഫോണിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സോഷ്യൽ മീഡിയയിലാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികള് അതുപയോഗിക്കുമ്പോൾ അതിന്റെ അപകടങ്ങളും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് 16 എന്ന് പറഞ്ഞത്? അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലാണ്. രണ്ടാമത്തെ വിഷയം, അവരുടെ തലച്ചോറിന്റെ ബുദ്ധിയെ, വിവേകത്തിനെ, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകത്തോടുകൂടെ കണ്ടറിയാനുള്ള അവരുടെ ബുദ്ധി വളരുന്ന കാലഘട്ടങ്ങളിലാണ് സോഷ്യൽ മീഡിയ കടന്നു വന്ന് അതിലേക്ക് തിന്മകൾ വിത്തുപാകുന്നത്. $20 കോടി അമേരിക്കയുടെ കോടതി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ശിക്ഷ വിധിച്ചത്. രക്ഷിതാക്കൾ കൊടുത്തൊരു കേസാണ്. ഞങ്ങളുടെ മക്കളുടെ കുട്ടിക്കാലം നശിപ്പിച്ചു. $20 കോടി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു. ഓസ്ട്രേലിയന്റെ പാർലമെന്റ് ബില്ല് പാസാക്കിയതെന്നറിയോ? ഇവരുടെ കുട്ടിക്കാലങ്ങളെ നശിപ്പിച്ചു കളയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ബില്ല് പോലും പാസാക്കുന്നത്. ശൈശവങ്ങളെ കുട്ടികൾക്ക് അറിയണില്ല, അവർക്ക് വളരാൻ കഴിയണില്ല. UK തീരുമാനമെടുത്തു, ഒരുപാട് രാജ്യങ്ങളെടുത്തു. നമ്മുടെ രാജ്യത്തിന് ആ നിയന്ത്രണങ്ങളെ കൊണ്ടുവരാൻ ഒരുപക്ഷെ കഴിഞ്ഞാൽ സാധിക്കുന്ന പലതുമുണ്ട്. ടിക്ടോക്കുകൾ അങ്ങനല്ലേ? ഒരു സുപ്രഭാതത്തിൽ നിർത്തലാക്കിയപ്പോ അതിന്റെ മാറ്റങ്ങൾ
പ്രയാസങ്ങളെ തടയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലോചിച്ചൊക്കെ നമുക്ക് മുതിർന്ന ആളുകൾക്ക് പലതും അറിയില്ല. നമ്മൾ പലരും കാരണക്കാരാണ്. 1.5 വയസ്സായ കുട്ടി 3 വയസ്സായ കുട്ടിക്കൊക്കെ ഫോൺ ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ട് അവരിങ്ങനെ അതിന്റെ മായാലോകത്തേക്ക് ഇങ്ങനെ കടക്കുമ്പോ അഹങ്കാരം നടിക്കുക മനുഷ്യൻ. മറ്റുള്ളവരെ വിളിച്ചു പറയും എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഇവനുണ്ടല്ലോ അവനൊക്കെ അറിയും. അവിടെ വന്ന് എന്റെ മോന്റെ ബുദ്ധി കണ്ടോന്നാ പറയാ. മക്കൾക്ക് ബുദ്ധിയില്ല എന്നുള്ളതല്ല, ആ ബുദ്ധിയെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ 6 മാസമായ കുട്ടിയുടെ കയ്യിൽ നമ്മൾ കത്തി കൊടുക്കില്ല? ഇല്ല. എന്താ അറിയാത്തതുകൊണ്ടാണോ? 18 വയസ്സാവാത്തവന് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ പോലും നിയന്ത്രണങ്ങൾ ഒരുപാടാണ്, പല ടെസ്റ്റുകളും നടക്കണം. അതുപോലെ അതിനേക്കാൾ അപകടമാണ്, വാഹനത്തെക്കാൾ അപകടമാണ് സോഷ്യൽ മീഡിയ. ആ മക്കളുടെ കയ്യിലാണ്, ബുദ്ധി അറിയാത്ത മക്കളുടെ കയ്യിൽ. അതുകൊണ്ട് അവരെന്ത് കാണുന്നു എന്ന് നമ്മൾ കൺട്രോൾ ചെയ്യണം. കൊടുക്കാതിരിക്കുക എന്നുള്ള സാധ്യല്ല. ഒരു നിശ്ചിത സമയം അതിൽ അവരെന്ത് കാണുന്നു നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ശരിയും തെറ്റും അവരോട് പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് കാണാൻ കഴിയാത്ത നമ്മളുടെ മൊബൈലിൽ ഇല്ല നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ സാധാരണഗതിയിലെ ഗിഫ്റ്റ് പ്രഖ്യാപിക്കുന്നതെന്നറിയാം, ഫോണാണ്. മുമ്പൊക്കെ പറഞ്ഞതിന് 10ാം ക്ലാസ് SLC പാസ്സായാലെന്ന്. SLC പാസ്സാവലൊന്നല്ല, അതിന് മുമ്പ് തന്നെ 6ാം ക്ലാസ്സുകാരനും 7ാം ക്ലാസ്സുകാരനും ഒക്കെ നമ്മളത് വാങ്ങിക്കൊടുക്കാൻ. അവരുടെ ബുദ്ധിയെ നമ്മളായിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അവധിക്കാലത്ത് കൃത്യമായ പദ്ധതികൾ വേണം, പ്ലാനുകൾ വേണം നമുക്ക്. അവർക്ക് നമ്മൾ ഏത് അവസ്ഥയിൽ അവരെ കൊണ്ടുപോകുന്നു, അവർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ സെറ്റ് ചെയ്തു കൊടുക്കണം. നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമുക്ക് അത് കൃത്യമായ ക്രമീകരണങ്ങൾ വേണം. കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, കളിപ്പിക്കണം അവരെ. അതിനുള്ള സമയങ്ങളെ കാണണം. എറിയാനും ഒട്ടകത്തിൽ അതുപോലെ തന്നെ കുതിരയോട്ടം പഠിപ്പിക്കാനും അമ്പെയ്ത്ത് പഠിപ്പിക്കാനും പഠിപ്പിച്ചത്, നീന്തൽ പഠിക്കാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അത്രയൊക്കെ സുന്ദരമായൊരു മതം. അവരെ കളിപ്പിക്കേണ്ട മേഖലകളിൽ അവരെ കളിപ്പിക്കാൻ, അതുപോലെ തന്നെ കുറച്ചു സമയം അവരെ പുറത്തു കൊണ്ടുപോകാൻ. കാരണം ഈ കുടുസായ ജീവിതങ്ങളിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ വെക്കേഷൻ നമ്മളൊന്ന് ക്രമീകരിക്കുക. ഏത് പുസ്തകം വായിക്കണം, കളിക്കേണ്ട സമയങ്ങളെ പുറത്തു കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ അവർക്കുള്ള ക്ലാസുകളെ, വെക്കേഷൻ ക്യാമ്പുകളെ, അത് നമ്മൾ ഏതെങ്കിലും ക്യാമ്പുകളും ക്ലാസുകളും കോഴ്സുകളും അവർക്ക് സെറ്റ് ചെയ്തു കൊടുത്ത് അവരെ ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ നല്ല ഉപദേശങ്ങളും നല്ല സാഹചര്യങ്ങളും ഉണ്ടാക്കുക. നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഉപദേശങ്ങൾ മക്കൾ സ്വീകരിക്കില്ല. അഡോളസന്റ് സ്റ്റേജിന്റെ പ്രത്യേകത അതാണ്. ഉപദേശിക്കുന്നവർ ശത്രുവായിരിക്കും. എന്ത് വേണമെന്നറിയോ? അവിടെയാണ് നല്ല സാഹചര്യം. നല്ല സാഹചര്യങ്ങളിൽ സാന്ദർഭികമായ ഉപദേശങ്ങൾ കൊടുക്കാൻ ചെറുതു മുതലേ 3 വയസ്സുള്ള മക്കളോടും 4 വയസ്സുള്ള മക്കളോടും അന്ന് മുതൽ തുടങ്ങണം. ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, യാ ബനിയ ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കാൻ. പൊന്നുമോനെ, അല്ലാഹുവിനെ പങ്കു ചേർത്ത് പോകല്ലേ. മോന് ശിർക്ക് ചെയ്തിട്ടല്ലേ, അതിനു മുമ്പേ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രണ്ടാമത് മുആഖബത്തുല്ലാഹ്, അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപദേശം കൊടുക്കാൻ. അള്ളാഹ് കാണും, അള്ളാഹ് നിരീക്ഷിക്കും. യാ ബനിയ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മോനെ നീ ചെയ്യുന്ന ഒരു കടുകുമണി തൂക്കമുണ്ടല്ലോ, അതൊരു പാറക്കെട്ടിനുള്ളിലാണ്. ആകാശഭൂമിക്കുള്ളിൽ എവിടെയാണെങ്കിലും അള്ള കൊണ്ടുവരൂട്ടോ, അള്ള കാണൂട്ടോ, അള്ള അറിയുന്നുണ്ട്. ഉപദേശത്തിന്റെ രീതി പോണ് കണ്ട നമ്മുടെ മക്കൾക്കൊക്കെ പലപ്പോഴും പേടിയ. രക്ഷിതാക്കൾ പറയും, ഇനി അടുത്ത കോഴ്സ് എവിടെയാ? ഒരുപക്ഷെ കോയമ്പത്തൂരാവാം, ബാംഗ്ലൂരായിരിക്കാം. മക്കളെ വിടാൻ പേടിയാണ്, അവർ കേടുവന്ന് പോകുന്നാൻ. ഒരു പ്രോഗ്രാമിന് ബാംഗ്ലൂർ മെജസ്റ്റിക് പോയപ്പോ അവിടുത്തെ ഒരു പ്രവർത്തകൻ പറഞ്ഞ മക്കളെ നാട്ടിക്ക് വിടാൻ പേടിയാണെന്നാണ്, അവരിവിടെ പഠിപ്പിക്കാനെന്നാണ് ബാംഗ്ലൂരിൽ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നാടിനല്ല പ്രശ്നം, ഒരു നാടിനല്ല പ്രശ്നം, അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളടച്ചാൽ. ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ മോനെ അള്ള കാണട്ടോ, അള്ള അറിയിട്ടോ. വാപ്പാനും ഉമ്മാനും പേടിച്ച തെറ്റിൽ നിന്ന് മാറി നിന്നാൽ വാപ്പയും ഉമ്മയും ഇല്ലാത്തിടത്ത് അവർ തെറ്റ് ചെയ്യും. അവിടെ അള്ള കാണുന്നുണ്ട്, അള്ള അറിയുന്നുണ്ട് എന്ന ബോധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ എവിടെയും എന്നെ നിരീക്ഷിക്കുന്ന അള്ളയുണ്ട് എന്ന ബോധ്യം അവരോട് കൊടുക്കാൻ. അതുപോലെ തന്നെ യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നിസ്കാരം നിലനിർത്തിക്കൊണ്ടുവനട്ടോ. അള്ളാഹിനോടുള്ള ആരാധന,
ഇവിടെ നമുക്കുണ്ടാവണ അപകടം ഇവിടെ നിന്നറിയോ? സുബൈക്ക് മക്കളെ വിളിക്കില്ല, അവർ ഉറങ്ങിക്കോട്ടെ, ഏതായാലും വെക്കേഷനില്ലേ എന്ന് പറയാം. കഴിഞ്ഞു. ചില പേരൻസ് മക്കളെ ഹിഫ്ളിന് പഠിപ്പിക്കാൻ വിടും. നിങ്ങളൊക്കെ 10 വയസ്സും 11ഉം 12ഉള്ള മക്കളാണ് സുബൈ ബാങ്കിന്റെ മുമ്പ് എണീറ്റ് പല്ലും തേച്ച്. ചിലപ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ബ്രഷിൽ ഇങ്ങനെ പേസ്റ്റ് പരട്ടിയിട്ട് ടാപ്പിന്റെ താഴെ ഇരുന്ന് ഇങ്ങനെ തൂങ്ങി ഉറങ്ങുണ്ടാവും. പാവം തോന്നും മക്കളോട്. പക്ഷേ അന്ന് കിട്ടണ ഇൽമ വെറുതെ ആവില്ല കേട്ടോ. എന്താ വിഷയം എന്നറിയാം? ഒരു മാസം ഹോസ്റ്റലിൽ നിർത്തും, 28 ദിവസം. അവിടുന്ന് സെക്കൻഡ് സാറ്റർഡേ അവധിക്ക് വീട്ടിൽ പറഞ്ഞു വിടും. രക്ഷിതാക്കൾ എന്താ പറയുന്നത്? എന്റെ മോന് 28 ദിവസം എണീറ്റാൽ ഇന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. ഒരു 10 നില കയറാനുള്ളത് 8 നില കയറിയ മോനെ വീണ്ടും താഴത്തേക്ക് കണ്ടിറക്കും. എന്നിട്ട് വീണ്ടും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരും. നമ്മൾ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തണില്ല. ആ മക്കള് പഠിക്കുന്ന ഒരു തർബീയത്തുണ്ട്. ആ വഴിക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകും. അവർക്ക് അതിനു വേണ്ട പാഠം കൊടുക്കുക. പ്രിയമുള്ളവരെ, ഒരു വക്കത്തും എന്റെ മക്കളെ വിട്ടുപോയില്ല. അവര് പള്ളിയുമായി ബന്ധപ്പെട്ട് വളരട്ടെ. അങ്ങനെ വന്നാലുള്ള ഗുണം എന്താണെന്നറിയോ? 7 വയസ്സ് മുതൽ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കി എന്ന് പറഞ്ഞത് അള്ളാന്റെ റസൂലാണെങ്കിൽ, റസൂലുള്ളാന്റെ സ്വന്തം ഇഷ്ടമല്ല മതം, അത് സൃഷ്ടിച്ച അള്ളാന്റെ വഹിയാണ്, അള്ളാന്റെ തീരുമാനാണ്. അല്ല വെറുതെ പറയോ? 7 വയസ്സായ കുട്ടി എന്ത് പൈതലാൻ? അവനെ നിങ്ങൾ കമ്പൽ ചെയ്യേണ്ട, അവനെ നിങ്ങൾ നിർബന്ധിക്കേണ്ട, അവനെ നിങ്ങൾ പ്രഹരമേൽപ്പിക്കേണ്ട, ഉപദേശം നിർത്തേണ്ട. മോനെ വുഹറിന് അസറിന് വിളിക്ക്, എല്ലാ വക്തിനും വിളിക്ക്. ആ മക്കളെങ്ങനെ വിളിക്കുക? എല്ലാ ദിവസവും വിളിക്കാൻ. നിങ്ങൾ ആലോചിച്ചൊക്കെ, അവൻ ചിലപ്പോ അവന്റെ കുട്ടിക്കാലത്തെ വീർതിയിൽ കൂടെ പോയി ആയിക്കൂടെ വരും. എന്നിട്ട് പറയും നിസ്കരിച്ചു എന്നൊക്കെ പറയും. കണ്ടതിരുത്തിയാൽ മതി. അവരോട് പക്ഷെ പറച്ചൽ നിർത്താൻ പാടില്ല. അങ്ങനെ ഉപദേശിക്കണ വാപ്പാക്കാണ് 10 വയസ്സ് കഴിഞ്ഞാല് അടിക്കാനുള്ള അവകാശമല്ലേ. ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് 10 വയസ്സ് കഴിഞ്ഞ് അടിച്ചോണം പറഞ്ഞൊന്നല്ല. ഞാൻ ഉറപ്പ് പറയണു, 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെ ആവുമ്പോഴേക്കും അവൻ ഒരു ജുമാ കഴിഞ്ഞ് വീട്ടിൽ പോയി അറിയാതെ സോഫയിലൊന്ന് കണ്ണടച്ചുറങ്ങിപ്പോയ ആ മോൻ വന്ന് വിരല് പിടിക്കും, വാപ്പ അസറിന് പോകണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ മക്കളെ തർബീയത്തിലേക്ക് നിസ്കാരം ഉപദേശിച്ചു കൊടുക്കാൻ, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഒക്കെ സൂറത്തുൽ ലുഖ്മാൻ പഠിച്ചങ്ങ് കാണാൻ പറ്റും. എന്താണ് ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ? കാരണം നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത് ചീത്ത കാര്യങ്ങളൊന്നും വേണ്ടത് വരും. ആ കുട്ടിയുടെ ജീവിതത്തിൽ നല്ലതല്ലാത്ത മറ്റൊന്നുണ്ടാവോ? അതുപോലെ തന്നെ സബർ, ക്ഷമ. മോനെ, ആരോട് മുഖം ചുളിച്ച് സംസാരിക്കരുത് കേട്ടോ. ചെരിപ്പറിച്ച് ശബ്ദം ഉണ്ടാക്കി നടക്കരുത്. സ്വഭാവ മര്യാദകള് ഒക്കെ ഒരു ബാപ്പ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, ഉമ്മ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, ചെറിയ പ്രായങ്ങളിലൂടെ കൊടുക്കുന്നത്, അവിടെ അൽഹംദുലില്ലാ നമ്മളുടെ കൺട്രോളിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും, ആ മക്കളെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് സന്താന പരിപാലനത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ മക്കളെ പരലോകത്ത് നമുക്ക് കിട്ടാൻ ഒരുപക്ഷെ സന്താന പരിപാലനം ഒരു 3 ഖുതുബയോളം ഇതേ മിമ്പറിൽ നമ്മൾ നടത്തിയതാണ്. അതിന്റെ ലക്ഷ്യങ്ങളും ഏതു രൂപത്തിലാകണമെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ മക്കളിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരാരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നമ്മൾ അറിയണം. മക്കളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിയണം. ഞാൻ പലപ്പോഴും നിങ്ങളോട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇന്നത്തെ പഴയ തലമുറക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉമ്മാനോടാണ്. പേടി വാപ്പാനായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാപ്പ വഴി, ഉമ്മ വഴിയാണ് വാപ്പയെ കുറിച്ചുള്ളൂ. അവനൊരു ബുക്ക് വേണമായിരുന്നു, ബാഗ് വേണമായിരുന്നു എന്ന് ഉമ്മ പറയണം വാപ്പാനോട്. ഇന്ന് കുട്ടികൾ വാപ്പ വഴിയാണ് ഉമ്മയിലേക്ക് പോവുക. കാരണം വാപ്പാനോടാണ് അടുപ്പം കൂടുതൽ, ഉമ്മാനോട് പലപ്പോഴും കുട്ടികൾ അകൽച്ചയാണ്. അതിന്റെ കാരണം എന്തിനും നോ എന്ന് പറയുന്നവര് ഉമ്മാരാണ്. കളിക്കാൻ പോട്ടെ, വേണ്ട. അത് വാങ്ങിച്ചു തരോ, വേണ്ട. മൊബൈൽ തരോ, വേണ്ട.
എന്തിന് നോന്ന് പറയണവരെ ഇന്നത്തെ പുതിയ തലമുറക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവരെ കളിക്കാൻ നമുക്ക് വിടണം. പക്ഷെ അവരാരുടെ കൂടെ കളിക്കുന്നു നമ്മളറിയണം. അവരുടെ കൂട്ടുകാരെ നമ്മൾ സെറ്റ് ചെയ്യണം. നിങ്ങൾ നോക്കേ, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലാണ്, മതത്തിലാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നാണ്, നിങ്ങൾ അറിയണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയോ, എല്ലാ തിന്മകളും ഒരു മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ അവരകറ്റും നമ്മളെ, കുടുംബത്തിൽ നിന്ന് മക്കളെ അകറ്റും. ഏത് മൈതാനത്ത് പോയാലും ഏത് ഗ്രൗണ്ടിൽ പോയാലും അവിടെ ഒരു ഇക്കാക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു വലിയേട്ടൻ ഉണ്ടാവും. ആളാണ് ഇവരുടെ ഒക്കെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാവുക. ഇന്ന് മക്കൾ ലഹരിക്ക് പോകുമ്പോ, ഡ്രഗ്സിലേക്ക് പോകുമ്പോ, തിന്മയിലേക്ക് പോകുമ്പോ അത് മറ്റുള്ളവരാരുടെ കൂടെ കൂട്ടുകൂടുന്നു എന്നുള്ളത് അനുസരിച്ചിട്ട് അവിടെ നല്ല കൂട്ടുകെട്ടിനെ നമ്മൾ സജ്ജീകരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ദുനിയാവിലും ഖേദിക്കും, പരലോകത്തും ഖേദിക്കും. നമ്മൾ വിചാരിക്കുന്ന ഒരു ലോകമല്ലെന്ന് നമ്മൾ പറയുന്നത് നാട് എന്തെങ്ങനെയെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കലുണ്ട്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇന്നെന്തിനും നമ്മൾ തിന്മയായി കണ്ടിരുന്നവർ ഇന്നവർ അവകാശമായിട്ട് കാണുന്നത്. നിങ്ങൾക്കറിയോ, ഓരോ ദിവസങ്ങള് മാസ്റ്റർ പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് സ്വയംഭോഗത്തിന് ഒരു ദിവസം അതൊരു അവകാശമാണെന്നാ പറയണേ. അവിഹിത ബന്ധങ്ങള്, അത് ഇവിടെ ഇരിക്കുന്ന നമ്മളോട് അവിഹിത ബന്ധം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തെറ്റാണെന്ന് പറയാം. മനുഷ്യന്മാര് സ്വകാര്യതയിൽ തിന്മ ചെയ്താലും പുറത്തവൻ പറയുന്ന ഒരു വാക്ക് തെറ്റാണെന്ന്. ഇന്നത്തെ പുതിയ തലമുറകളിലേക്ക് നിങ്ങൾ തിരിച്ചാൽ അവർ പറയും അവർക്ക് ഓരോരുത്തരുടെ ബോഡി ചോയ്സ് അല്ലേ ആവാലോ, ഓരോരുത്തരുടെ വ്യക്തി ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ സാധാരണ പറയുന്ന ഒരു ചിന്താഗതിയുള്ളൊരു തലമുറയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പോണോഗ്രാഫിക്ക് ഒരു ദിവസം, ഇതൊക്കെ സമൂഹത്തിലെ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ മക്കളെ ആ രൂപത്തിലുള്ള ചിന്താഗതികളുള്ള ആള്, അവർക്ക് മതം വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച സന്ദർഭങ്ങളാണ്. സൗദി അറേബ്യയിലുള്ള 2 മക്കൾ കേരളത്തിൽ വരുന്നു, ആ 2 പെൺകുട്ടികൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു എന്ന ചിന്താഗതികൾ കടന്നു വന്നപ്പോ അതിശയോക്തിയോടുകൂടെ മൂക്കത്ത് വിരല് വെച്ച ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട, ഇതിന്റെ ഗെയിം കുട്ടികൾക്ക് കൊടുക്കുന്ന മഴവിൽ വർണ്ണങ്ങളുള്ള ടോയ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. സൗദിയുടെ പണ്ഡിത സഭ കിബാറുൽ ഉലമ അത്തരം ടോയ്സുകളെ വിലക്കിയതിന്റെ പിന്നിൽ പോലും കാരണങ്ങൾ ഉണ്ടായിരുന്നു. വെറുതെ ആ നാട്ടിൽ അത് വിലക്കിയതായിരുന്നില്ല. അതിലൂടെ കടന്നു വന്ന് ഇന്ന് നമ്മുടെ മക്കള് ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കേ. എന്നിട്ട് നമ്മൾ പറയുന്നത് ദീനിലൊന്നും നിലപാടില്ലാത്തോണ്ടല്ലേ ഈ പാവപ്പെട്ടവരെന്താ ചെയ്യുക, അവരുടെ ഹോർമോൺ അങ്ങനെ ആയില്ലേ, അവർ ട്രാൻസ്ജെൻഡർ ആയില്ലേ. നമ്മൾ അള്ളാനെ കുറ്റം പറയാൻ, അള്ളാന്റെ ദീനിൽ ആണും പെണ്ണുള്ളൂ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ട്രാൻസ്ജെൻഡറിന് അള്ളാന്റെ മതത്തിൽ നിയമമില്ലാന്ന്? ഇല്ല, വിചാരിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ആയത്തുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ആളുകളുണ്ട്. അള്ളാന്റെ ദീനിന് കൃത്യമായ നിലപാടുണ്ട്. ഇസ്ലാമിലെ 2 ഉള്ളൂ, ആണും പെണ്ണും, അതിനപ്പുറം ഒന്നില്ല. അവർക്ക് ഹോർമോണിന്റെ വ്യതിയാനമുണ്ട്, ചികിത്സിക്കാനുണ്ട്. അവരെ ആണിലല്ലെങ്കിൽ പെണ്ണിൽ പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അവരുടെ ബർത്ത് മുതൽ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ പ്രായപൂർത്തിയാകുന്ന സമയങ്ങളിൽ അവർക്കുള്ള നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. ഏതർത്ഥത്തിൽ ഒരു ട്രാൻസ്ജെൻഡറിന് ആണെന്ന് പെണ്ണെന്ന് വേർതിരിക്കുന്ന ഇസ്ലാമിന്റെ ഫിഖിന്റെ ഹുക്കുമുകളുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളുടെ മാർഗദർശനങ്ങളുണ്ട്. നമ്മൾ പറയുന്നൊന്നുമില്ല. എന്നിട്ട് അല്ലാഹുവിനെ കുറ്റം പറയുന്ന ഒരു സമൂഹത്തെ, അതുകൊണ്ട് അവരുടെ കെണികളിലേക്ക് മക്കളെ വിട്ടുകൊടുക്കുമ്പോ സൂക്ഷിക്കണം ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകനെ കൈയൊഴിഞ്ഞ് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, ഉബയ്യ് ബിൻ ഖലഫ് എന്ന് പറയുന്ന ജൂതനായ മനുഷ്യന്റെ വാക്ക് കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് തിരിച്ചുപോയി. എന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ ശത്രുവായി മാറി. റസൂലുള്ളാഹിന്റെ സൽക്കാരത്തിന് ഉബയ്യ് പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ സൽക്കാരത്തിന് ക്ഷണിച്ച് എന്റെ അനുയായിയാണല്ലോ വിളിച്ചത് എന്ന സന്തോഷത്തിൽ കടന്നു വന്ന റസൂലുള്ളാഹിനെ അവിടെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് നെഞ്ചത്ത് ചവിട്ടി താഴെയിട്ട് പ്രവാചകന്റെ മുഖത്തിലേക്ക് കാർക്കിച്ചു തുപ്പി. പ്രവാചകൻ നിലത്ത് കിടന്ന് കണ്ണ് നിറഞ്ഞൊലിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഓതിക്കൊടുത്തൊരായത്തിന്റെ റസൂലേ, അക്രമിയായ മനുഷ്യൻ അവന്റെ കൈ കടിക്കുന്ന ഒരു ദിവസമുണ്ട്. അടുത്തു പറഞ്ഞ ആയത്ത് ഉഖബത്തിന് അബീ മുഈത്തിന് മാത്രമല്ല, കാലാന്തരങ്ങളിലൂടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നവരെ അള്ളാന്റെ ഹബീബിനെ ഞാനെന്ന മിത്രമായി സ്വീകരിച്ചിരുന്നെങ്കിൽ, യാ വൈലത്താ, എന്റെ നാശമേ,
ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ നോക്കേ ഇത്തഹച്ചു മഅ റസൂലി സബീല, അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന്, ഇന്നാലിന്നൊരാളെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിലെന്ന് അള്ളാന്റെ മുമ്പിൽ കൈകടിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടാകുമെന്നാണ്. ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയിട്ട് നന്മ കിട്ടിയിട്ട് വഴിതെറ്റിപ്പോയല്ലോ എന്ന് കരയുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ആ ഒരു നമ്മുടെ മക്കൾ ആരോടുകൂടെ കൂട്ടുകൂടുന്നുണ്ട്. നമ്മളുടെ കുടുംബത്തിൽ നിന്ന് അവരകറ്റും, പല തിന്മയിലേക്ക് അവരെ കൊണ്ടുപോകും. അവർക്ക് ആര് പറഞ്ഞാലും ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ആരുടെ കൂടെ കൂട്ടുകൂടും നമ്മൾ അറിയാം. ഈ പ്രത്യേകിച്ച് വേനൽ അവധിയിൽ മുതിർന്ന മക്കളാണെങ്കിൽ ഇവരാരുടെ കൂടെ പുറത്തു പോകുന്നുണ്ട്, നമ്മൾ അറിയണം, അവരുടെ കൂടെ ഉണ്ടാവണം. ഒരു വാക്ക് ഞാൻ ആഡ് ചെയ്ത് പറയാണ്, നമ്മൾ പലപ്പോഴും ജീവിക്കാൻ മറന്നവരാണ്. നമുക്കറിയണില്ല. നമ്മുടെ വീട്ടിലെ കിച്ചൺ എന്തിനാ വെച്ച് നമ്മൾ പറയും ഫുഡ് ഉണ്ടാക്കാനാണ്, ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനാണ്, ബെഡ്റൂമിൽ കിടന്നുറങ്ങാനാണ്. വീടിന്റെ പ്ലാന് വരച്ച് സുന്ദരമായ ഒരു റൂം ക്രമീകരിച്ചിട്ടിട്ടുണ്ട്, സെറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പേര് ലിവിംഗ് റൂമാണ്, ജീവിക്കാനുള്ള റൂമാണ്. പക്ഷെ ജീവിതം നമ്മൾ മറന്നവരാൻ. വാപ്പി ഉമ്മയും മക്കളും അവിടെ ഇരുന്നിട്ടുണ്ടോ? അത് വിരുന്നേർക്ക് മാത്രമുള്ളതല്ല, വിരുന്നേർക്ക് മാത്രമുള്ളതൊന്നല്ല. അള്ളാന്റെ ദീന് പറയുന്ന ചില വാക്കിലൊക്കെ നമ്മൾ അറിയാതെ അബദ്ധങ്ങൾ ഇങ്ങനെ കടന്നു വരും. എന്താ അറിയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു ബ്ലാങ്കറ്റ്, വിരുന്നേർക്കുള്ള ഒരു പ്ലേ, ഇതൊക്കെ പറഞ്ഞ് മാറ്റിവെക്കും. എന്നിട്ട് നിസ്കാരത്തിൽ അള്ളാഹിനോട് പറയും ആഫിയത്ത് തരണേ, രോഗം തരല്ലേ. നമ്മൾ ആലോചിച്ചൊക്കെ അങ്ങനെ ഇതൊക്കെ മാറ്റിവെക്കുന്ന ആൾക്കാരാണ്. ഈ സോഫ സെറ്റ് വിരുന്നേര് വന്നിരിക്കാൻ മാത്രമല്ല, വാപ്പി ഉമ്മി മക്കളും അവിടെ ഇരിക്കണം, സംസാരിക്കണം. അള്ളാന്റെ ദീന് പറഞ്ഞ മര്യാദകളെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഒരുമിച്ചിരുന്ന് വർത്താനം പറയണം. ആ മക്കൾ എവിടെ വഴിതെറ്റുന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, സംസാരം, അതിലൊരു ഗ്യാപ്പ്, അകൽച്ച വരാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ഒരു സഹോദരന്റെ മകള് ഗൾഫിലെ ഹോസ്പിറ്റലിലാണ്. മുമ്പൊരു കൊറോണ വന്നതിന്റെ അംശം വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കി വലിയൊരു സാഹചര്യത്തിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ ആജിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റു വിഷയം, നമ്മളുടെ സഹോദരൻ ഇന്നലെ ബിൽഡിംഗ് പെയിന്റ് അടിക്കുന്നതിനിടയിൽ പതിത്തടത്തുള്ള സഹോദരൻ താഴെ വീണു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിലാണ് തൃശ്ശൂർ ഹോസ്പിറ്റലിലുള്ളത്. 24 മണിക്കൂർ ഡോക്ടേഴ്സ് സമയം പറഞ്ഞിരിക്കാൻ. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മുടെ ഈ മിമ്പറിൽ വെച്ച് നമ്മൾ ഒരിക്കൽ ഒരു 5 വയസ്സുകാരന് ക്യാൻസർ ബാധിച്ച് നമ്മൾ ദുആ ചെയ്തിരുന്നു. ആ മോന്റെ ബാപ്പയാണ്. അപ്പോ നമ്മളൊക്കെ പ്രാർത്ഥനയുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശിഫ ആജിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.